അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നന്നാക്കാൻ അനിവാര്യമായ ഒരു ഘടകമാണ് അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത്. നമുക്കറിയാവുന്ന സൂറത്തുകളെങ്കിലും അർത്ഥം പഠിക്കുന്നത് ആ നിലക്ക് അനിവാര്യമാണ്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ എത്ര ജുസ് ഓതിയാലും മതിയായി തോന്നൂല. എത്ര നേരം ഓതിയാലും കുറെ ആയി എന്ന് തോന്നൂല. അതുകൊണ്ടാണ് മഹാരഥന്മാരൊക്കെ മണിക്കൂറുകളോളം രാപകലുകൾ പതിറ്റാണ്ടുകളോളം വിശുദ്ധ ഖുർആനിലായി ഉറക്കം ഒഴിവാക്കി നല്ല ഉണർന്ന മനസ്സോടെ ഖുർആനിലൂടെ സഞ്ചരിച്ചത്. 40 വർഷം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച വലിയ മഹാനുഭാവനാണ്, മഹാന്മാരിൽ ഒരാളാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 4 ഇമാമുകളിൽ ആദ്യം വഫാത്തായ മഹാൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ രാത്രി സമയം നീണ്ട സമയം ചെലവഴിച്ചത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ്. ചുരുങ്ങിയത് നമ്മൾ കണക്കുകൂട്ടുമ്പോ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ നേരം ഖുർആനിലായി അങ്ങനെ സ്വന്തം ശരീരത്തെ വഴി നടത്താനുള്ള കഴിവ്, അതിന്റെ അർത്ഥ തലങ്ങൾ വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. നമുക്ക് ഖുർആൻ ഓതുമ്പോഴേക്കും മതിയായി എന്ന് തോന്നാനുള്ള ഒരു കാരണവും അതാണ്. അതിന്റെ ആന്തരികമായ ഭാഷകളെയും സംബോധനയെയും അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഉള്ള ജീവിതത്തിൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളെങ്കിലും നമ്മൾ പഠിച്ചെടുക്കണം. എന്നാൽ പിന്നെ ഇമാം ഓതുന്ന സമയത്ത് ഉറക്കം വരില്ല, ക്ഷീണം ബാധിക്കില്ല, പെട്ടെന്ന് ഈ നിസ്കാരം തീർന്നെങ്കിൽ എന്ന് നിനക്കുകയില്ല. അതിനൊരു സന്തോഷവും കുളിരും നമ്മുടെ മനസ്സിൽ കൂടി വരും.